നോനി ഫ്രൂട്ട് പിന്നെ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്. നോനി ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത് കൂടെ അത് മൂത്ത് അത് പിന്നെ ഉണ്ടായി വരുമ്പോൾ ഒരു പച്ച കളറാവും. പിന്നെ മൂത്ത് നന്നായിട്ട് മൂക്കുമ്പോഴാണ് ഏകദേശം ഒരു വെള്ള കളർക്ക് മാറുക. ആ ഒരു വെള്ള കളറ് വരുന്ന സമയത്ത് ഭയങ്കര നാറ്റാണ്. ഒരു ഒരു ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റും ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലൊക്കെയാണ് ഈ നോനി ഫ്രൂട്ടിനുള്ളത്. പിന്നെ ഇപ്പോൾ കുറേ മെഡിസിൻ വാല്യൂസ് ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. നമുക്കറിയില്ല ഉണ്ടോ ഇല്ലയോ എന്നൊന്നും. ചിലർ പറയുന്നുണ്ട് എന്ന് പറയുന്നു, ചിലർ പറയുന്നു അതിനെ ഒട്ടും ഇതില്ലാതെ പിന്നെ പട്ടിണിയുള്ള കാലത്ത് കഴിച്ചിരുന്നൊരു ഫ്രൂട്ട് അല്ലാതെ ഒരു പക്ഷി പോലും കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാ ശരിയെന്ന് നമുക്കറിയില്ല. പക്ഷെ പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട്. 1-2 വർഷം മതി അതിന് ഉള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങണമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളത് കേട്ടത് കൊണ്ട് ചിലരൊക്കെ ഇപ്പോൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അതാണ് നോനി ഫ്രൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലും ഒരു പിന്നെ ടേസ്റ്റൊക്കെയാണ് ഈ നോനി ഫ്രൂട്ടിലുള്ളത്. നോർമലായിട്ട് ആരും ഈ ഫ്രൂട്ട് കഴിക്കാറില്ല. പിന്നെ മരുന്നിൻ്റെ ആവശ്യം മെഡിസിൻ്റെ ആവശ്യങ്ങൾ കൊണ്ട് മാത്രം ചിലരൊക്കെ കഴിച്ചു പോകുന്നുണ്ട്. ഇത് പിന്നെ നോനി ഫ്രൂട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ കുരുകളാണ്. എന്തൊക്കെയോ ഔഷധ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് പിന്നെ കുരുകളും അതിൻ്റെ സീഡ് വറുത്ത് പൊടിച്ചൊക്കെ കഴിക്കുന്നുണ്ടൊക്കെ പറയുന്നു. ഞാൻ കഴിക്കാറില്ല, എനിക്കിഷ്ടമല്ല. പിന്നെ അതൊക്കെയാണ് ഈ നോനി ഫ്രൂട്ടിനുള്ളത്. ഫ്രൂട്ട് എന്നൊന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അത്രയ്ക്കും ഒരു ബാഡ് സ്മെല്ലും ഒരു ടേസ്റ്റ് ഇല്ലായ്മയാണ്. പിന്നെ ഇതിനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ അത് പറയപ്പെടുന്നത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു, അറിയില്ല. നോനി ഫ്രൂട്ട് വനപ്രദേശങ്ങളിലും മണൽപ്പാറ തീരപ്രദേശങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു ചെടിയാണ് നോനി. ഇന്ത്യൻ മൾബറി, ബീച്ച് മൾബറി, ചീസ് ഫ്രൂട്ട്, ഗ്രേറ്റ് മൊറിൻഡ ഇങ്ങനെ പല പേരുകളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് അറിയപ്പെടുന്നു. ഇതൊരു ഔഷധ സസ്യം കൂടിയാണ്. ശാസ്ത്രീയ നാമം മൊറിൻഡ സിട്രിഫോളിയ. റുബിയേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണിത്. തെക്കുകിഴക്കൻ ഏഷ്യ മുതൽ ഓസ്ട്രേലിയ വരെയാണ് ഇതിൻ്റെ ജന്മദേശം. 18 മാസം കൊണ്ട് വളർച്ച പ്രാപിക്കുന്ന നോനി വർഷത്തിൽ എല്ലാ മാസത്തിലും 4 മുതൽ 8 കിലോഗ്രാം വരെ ഫലം പ്രദാനം പ്രദേശങ്ങളിലും ഇതിന് അതിജീവിക്കാനാവും. 9 മീറ്റർ മുതൽ നീളത്തിൽ വളരാൻ കഴിയുന്ന ഈ ചെടി നീണ്ടു വലിപ്പമുള്ളതും കടും പച്ച നിറത്തിലുള്ള തിളങ്ങുന്നതുമായ ഇലകളോടു കൂടിയവയാണ്. വിശപ്പിൻ്റെ അന്നം എന്നും പലപ്പോഴും ഇതിനെ വിളിക്കുന്നു. സമോബ, ഫിജി എന്നിവിടങ്ങളിൽ പ്രധാന ഭക്ഷ്യവിഭവമായി ഉപയോഗിക്കുന്നു. ഫലവിത്തുകൾ വറുത്ത് ഭക്ഷിക്കാവുന്നതാണ്. നോനിപ്പഴത്തിൻ്റെ ചാറ് വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 6-ാം മാസം മുതൽ കായ്ച്ചു തുടങ്ങും. 20 മുതൽ 40 വർഷം വരെ ചെടികൾക്ക് ആയുസ്സുണ്ട്. ഒട്ടും ടേസ്റ്റില്ലാത്ത ഫ്രൂട്ട് കൂടിയാണ് നോനി. പലപ്പോഴും ഔഷധ ഗുണങ്ങൾ കൊണ്ട് മാത്രം ഉപയോഗിക്കുന്നവരാണ് പലരും.